വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇനി എങ്ങോട്ടാണ് നോക്കണ്ടതെന്ന് അറിയത്തില്ല. ക്യാമറ നോക്കണോ നടുക്ക് നോക്കണോ എന്ന് ഭയങ്കര ഒരു 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 ഇനി ഒരു ഒരു എന്താ പറയുന്നത്, എന്തോ ഒരു സംഗതി ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ വീണ്ടും ക്യാമറയിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈവനിങ് റുട്ടീനാണ്. ഈവനിങ് എന്ന് പറയുമ്പോൾ നാട്ടിലിപ്പം 5:30 ആയിക്കാണ്, 5:30-6 മണിയൊക്കെ ആയിക്കാണ്. ഇവിടെ ഇപ്പം 4-4:30 ആവാൻ പോകുന്നേ ഉള്ളൂ. 4:30 അല്ലല്ലോ, 3:30 ആവും. 4:30 കേട്ടോ, 3 മണി 3:30 ആവുന്നേ ഉള്ളൂ. സമയം തെറ്റിപ്പോയി. മനക്കണക്ക് കൂട്ടിയത്. അപ്പോൾ കൂട്ടിയും കുറഞ്ഞും കൂടെ ഒന്നിച്ച് വന്നപ്പം പറയേണ്ടിയിരുന്നതിന് മുന്നേ പറഞ്ഞു, പറയേണ്ടാത്തത് അതിൻ്റെ പുറകിലോട്ടും പറഞ്ഞു. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അലക്കാനായിട്ടുള്ള തുണിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് തുണിയൊക്കെ ഇട്ടിട്ട് പയ്യെ ചായ കുടിച്ച് വീഡിയോ നമുക്കങ്ങ് തുടങ്ങാം. എൻ്റെ കൂടെ ഇത് ഫോണില്ലല്ലോ. തുണി അലക്കാനിട്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ എക്സോസ്റ്റ് ഫാനിൻ്റെ സൗണ്ടും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഞാൻ വോയിസ് ഓവർ അതും ചെയ്യാൻ നോക്കും. ഞാൻ ഇതുവരെ വോയിസ് ഓവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു പരീക്ഷണമായി. ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അന്ന് ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ പറയുന്നത്, അതോ പറയുമ്പം മാറിപ്പോവോ, ഇതൊക്കെ ഒന്നൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ പോണേ. എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും വീഡിയോ കാണുന്ന പോലെ പറയാൻ വേണ്ടി നോക്കാം എന്താന്ന്, അല്ലേ കാണുന്ന പോലെ പറയും, അത്രേ ഉള്ളൂ. ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ടൊന്നും വർക്ക് വരുന്നില്ല നമ്മളൊക്കെ. അയ്യോ, എൻ്റെ മുഖത്തുണ്ടല്ലോ കുറച്ച് പാടുകൾ. ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടു മാറിട്ടോ, സോറി. ഇപ്പം ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ്, നേരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം നിറച്ച് ഇതുപോലെ ഈ സാധനങ്ങളെല്ലാം ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനുണ്ടല്ലോ, ഇത് നമ്മുടെ പ്രഗ്നൻസിക്ക് വേണ്ടി ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മരുന്ന് കഴിക്കുമ്പോഴത്തേന് ഇതുപോലെ മുഖത്തെ പാടുകൾ, PCOD എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് PCOD ഇല്ല, എന്നാൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു ലെവൽ, അതായത് എന്താ പറയുക, ബോർഡർ ലൈൻ അങ്ങനെ എന്തോ ഇതിൽ കൂട്ട് ക്ലിനിക്കൽ വൈസിൽ ഡയഗ്നോസ് അങ്ങനെയുള്ള ബോർഡർ ലൈൻ PCOD എന്ന് അങ്ങനെയാണ്ട് പറയുന്നത്. അപ്പോൾ PCODയുടെ മരുന്ന് കഴിക്കുമ്പോഴത്തേന് മുഖത്തെ പാടുകളൊക്കെ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ മുഖത്തെ പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രീമൊന്നും തൂക്കരുത്. ഹോർമോണ്, പ്രോട്ടീൻ, വിറ്റാമിൻ അങ്ങനെയുള്ള മെഡിസിൻ അല്ല അങ്ങനെയുള്ള കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ PCOD ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്ക് PCOD ബോർഡർ ലൈനിലായതുകൊണ്ടാണ് ഇത്രയും ചെറിയ കാര്യങ്ങൾ. അല്ലാത്തവർക്കൊക്കെ മുഖം രോമം, കയ്യും കാലിലൊക്കെ നിറച്ച് രോമം വരുന്ന രീതിയിലാണ്. പലർക്കും ഓരോ രീതിയിലാണ് PCOD ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന മുഖത്ത് സാധാരണ കുരു വരുന്നതിൻ്റെ പാടൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ശരിക്കും ഞാൻ മെഡിസിൻ കഴിക്കാൻ PCODയുടെ ഒക്കെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ മുഖത്തെ പാടുകളൊക്കെ പോകാൻ തുടങ്ങിയത്. എൻ്റെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. എൻ്റെ മുഖത്തെ ഇവിടെയുള്ള ഈ സാധനമൊക്കെ എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മങ്ങി തുടങ്ങി. അപ്പോൾ ഇനി ഞാൻ ഒന്ന് വീട്ടിലോട്ട് വിളിക്കട്ടെ. വീട്ടിലോട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ എടുക്കാം. ഹലോ ഗൈസ്, ഞാൻ വീട്ടിലോട്ട് വിളിക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വീഡിയോ എൻ്റെ ആക്കിയത്. വീട്ടിലോട്ട് വിളിച്ചു, ആരും എടുത്തില്ല, എന്തോ ബിസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ TV ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് നോക്കി. അപ്പോഴത്തെ ദേവദൂതൻ സിനിമയുടെ കുറിച്ച് ഇങ്ങനെ കണ്ടു. അപ്പോൾ അന്നേരത്തിന് ഞാൻ ആലോചിച്ച്, ഈ ദേവദൂതനിലെ പാട്ട് ലാസ്റ്റ് എന്തൊരു മഹാനുഭാവുലു എന്ന് പറഞ്ഞ പാട്ട് അതിൻ്റെ ശരിക്കും പാടിയിരിക്കുന്ന എൻ്റെ നാട്ടുകാരൻ, അതായത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട് എൻ്റെ വീടിന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരനാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രാജാവിൻ്റെ അടുത്ത് ചെന്ന് രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞ വാക്കാണ് എന്തൊരു മഹാനുഭാവുലു എന്ന് പറഞ്ഞ്. ആ പാട്ടാണ് പിന്നീട് ദേവദൂതൻ സിനിമയിൽ അടിപൊളിയായിട്ട് പാട്ട് ഇങ്ങനെ ഇട്ട് അടിപൊളിയാക്കിയത്. എൻ്റെയൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ VCP ആണോ VCR ആണോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാധനത്തിൽ കാസറ്റ് ദേവദൂതൻ്റെ കാസറ്റ് എടുത്തിട്ട് വാടകയ്ക്ക് 10 രൂപ 15 രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ വാടക. ആ കാസറ്റ് കടയിൽ പോയി ദേവദൂതൻ്റെ സിനിമ എടുത്ത് ഞങ്ങൾ VCP പറഞ്ഞ ഏതോ രണ്ടെണ്ണത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഒരു ആഘോഷമായിരുന്നു ഈ പാട്ടെന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ ശർക്കാല ഗോവിന്ദമാരാരുടെ
ഒരു എന്താ പറയുന്നത്, നമ്മുടെ കലാമണ്ഡലമൊക്കെ പോലത്തെ ഒരു നമ്മുടെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ആ ഒരു ഈ ഷഡ്കാല ഗോവിന്ദമാരാരെന്നാണ് ഈ പാടിയ ഈ ആളുടെ പേര്. ഭയങ്കര മഹാനായ സംഗീതത്തെക്കുറിച്ച് നന്നായിട്ടൊക്കെ അറിയാവുന്ന. ഇപ്പം എത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും ദേവദൂതനിലെ പാട്ട്. അന്ന് ദേവദൂതൻ സിനിമ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പം ഞാൻ അറിയുന്ന ആ സിനിമ അത്ര വിജയിച്ചില്ല. ഇപ്പോഴാണ് അതിന് നല്ലൊരു വില കിട്ടിയത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര വിലയായിരുന്നു. ഞങ്ങൾ ആ ദേവദൂതൻ സിനിമയുടെ ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നെ എല്ലാ വർഷവും ഷഡ്കാലഗോവിന്ദമാരുടെ ഒരു എന്നാ പറയുന്ന ഒരു മീറ്റിംഗ് അല്ല, ഒരു ആഘോഷം, കലാപരമായിട്ടുള്ള പുറത്തുനിന്ന് നർത്തകിമാരും ഇപ്പം എന്നാ പറയുന്നത് അങ്ങനെ ഒരുപാട് നർത്തകന്മാരും സംഗീത കച്ചേരി അങ്ങനെയുള്ള ഈ എല്ലാ വർഷവും ഈ ഷഡ്കാലഗോവിന്ദമാരുടെ ഈ ഒരു ബിൽഡിംഗ് എന്നല്ല, അങ്ങനെ ബിൽഡിംഗ് അല്ല, എനിക്കതിന് എന്തൊരു സൗണ്ട്, പട്ടിയല്ല, അയ്യോ പിള്ളേർ പോയപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പം ഞാൻ പേടിച്ചു പോയി ഞാൻ. എന്തായാലും ആട്ടെ. അപ്പം ഇപ്പം ഈ ഷഡ്കാലഗോവിന്ദമാരെ കുറിച്ചും ഈ പുള്ളിയുടെ പാട്ടിനെ കുറിച്ചും അറിയാൻ മേലാത്തവനാണ് ഇപ്പം കിടന്ന് ഹായ് ഹോയ് ഹോയ് എന്ന് വെക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഷഡ്കാലഗോവിന്ദമാരുടെ പാട്ട് ഒരു 2-3 ആഴ്ചത്തേക്ക് അവർ കണ്ടിന്യൂസ് പുറത്തുനിന്ന് കലാകാരന്മാർ വന്ന് നർത്തകിമാർ ഡാൻസ്, കച്ചേരി, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ഷഡ്കാലഗോവിന്ദമാരുടെ ബേസിൽ എന്നാ പറയുന്നത് ആ ഒരു കലാരംഗം എന്തെനിക്ക് അറിയത്തില്ല പേര് പറയാം, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഇപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നി, ഇപ്പോഴാണ് എല്ലാവർക്കും ബോധോദയം വന്നത്. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ആ ഒരു സംഗതി ഷഡ്കാലഗോവിന്ദമാരുടെ കലാപരമായിട്ടുള്ള സംഗതി മീറ്റിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേന് എല്ലാ ദിവസവും ഈ പാട്ട് കേട്ടോണ്ടിരിക്കുക. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോഴും രാവിലെയും വൈകുന്നേരവും തിരിച്ച് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേനും എന്തൊരു മഹാനുഭാവുലു എന്ന് പറഞ്ഞ പാട്ട്, ദേവദൂതനിലെ പാട്ട് മാത്രമാണ് ആ ഷഡ്കാലഗോവിന്ദമാരുടെ ആ ഇതിനകത്ത് കേൾക്കുന്നത്. കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ രാമമംഗലം പോലീസ് സ്റ്റേഷൻ അടുത്താണ് ഈ ഷഡ്കാലഗോവിന്ദമാരുടെ ഈ ഒരു കലാമന്ദിരം ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ വഴിയാണ് സ്കൂളിലോട്ട് പോകുന്നതും വരുന്നതും ഒക്കെ. കറക്റ്റ് എൻ്റെ നാട്ടിലുള്ള മനുഷ്യനാണ് ഈ പാട്ട് ഇപ്പോഴും ഇങ്ങനെ. പക്ഷേ എന്താ പറയണമെന്നില്ല, ഇപ്പോഴാണ് ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടുകാർക്ക് അത് ഒരു വലിയ എന്നും എല്ലാ വർഷവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ അതിനുള്ള ഞങ്ങളുടെ നാട്ടുകാർക്ക് ഭയങ്കര വിലയുണ്ട്. പക്ഷേ പുറത്തുള്ളവർക്ക് ഇതൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇങ്ങനൊരു പാട്ടുണ്ട്, ഇങ്ങനൊരു മനുഷ്യനുണ്ട്. പാട്ടിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്, ഷഡ്കാലഗോവിന്ദമാരെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം എന്താ ഇവിടം കണ്ടിങ്ങനെ ദേവദൂതൻ കണ്ടപ്പോൾ അങ്ങനെ ഓർമ്മ വന്നു. എല്ലാ തവണ ഇങ്ങനെ വർഷവും ഇങ്ങനെ കേൾക്കുന്നതാണല്ലോ എന്ന്. ഇപ്പോഴേ ടി വിയിൽ ഇങ്ങനെ ലാസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് തിയേറ്ററിൽ ഈ ചെറിയ പേപ്പറൊക്കെ കീറി ഇങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ. ശരിക്കും അത് പണ്ടേ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന പാട്ടാണ്. ഇപ്പോഴാണ് അറിയാൻ മേലാത്തവർ ഇപ്പോഴാണ് അറിഞ്ഞു വന്നത്, ആ പാട്ടിനെക്കുറിച്ചുള്ള മഹത്വം അറിഞ്ഞതൊക്കെ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ അത് പണ്ടേ കേട്ടിട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അറിയാൻ മേലാത്ത ആൾക്കാർ ഇത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഓരോരുത്തരുടെ ശരിക്കും ഷഡ്കാലഗോവിന്ദമാരെ കുറിച്ച് അങ്ങനെ ആ സിനിമയിൽ പറയുന്നൊന്നുമില്ല. പക്ഷെ ആ പാട്ട് പാടിയത് പുള്ളിയാണ് ആ പാട്ട് പാടിയത്. ലോകം മുഴുവൻ അറിയുന്നത്. പക്ഷേ ഞങ്ങളുടെ നാട്ടുകാർക്കാണോ അതോ രാമമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ്കാലഗോവിന്ദമാരായിരുന്നേ അടുത്ത എന്തേലും ചോദ്യം വരുള്ളൂ. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ ഷഡ്കാലഗോവിന്ദമാരാർ, പിന്നെ പാടിയതാണ് പാട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്തൊരു മഹാനുഭാവുലു എന്ന് പറഞ്ഞ പാട്ട്. മോഹൻലാൽ അടിപൊളിയായിട്ട് നല്ല അടിപൊളി സ്ക്രീൻ പ്ലേയിൽ ചെയ്യുന്ന പരിപാടി. ആ സിനിമാ പാട്ട് കേൾക്കാൻ നല്ല എന്ത് രസമാണെന്നറിയാം. എല്ലാ വർഷം ചെറുപ്പത്തിലേ കേട്ട് പുറത്തുള്ള നാട്ടുകാർ എനിക്കിപ്പോഴും പറയുന്നത്, എനിക്കിപ്പോഴും അത്ഭുതം. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മാത്രമേ ഈ പാട്ടിനെക്കുറിച്ച് എപ്പോഴും കേൾക്കുക അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഈ പാട്ടെക്കുറിച്ച് ഇപ്പോഴാണ് ആൾക്കാർ കേൾക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നു. എന്തായാലും ഭയങ്കര അഭിമാനമാണ് കേട്ടോ. ഞാൻ രാമമംഗലംകാരിയാണെന്ന് അറിയാനായിട്ട്, ഷഡ്കാലഗോവിന്ദന്മാരുടെ നാട്ടുകാരിയാണെന്ന് പറയാനായിട്ട് ഭയങ്കര അഭിമാനം. വേറെ എത്ര ഫേമസ് ആൾക്കാരുണ്ടെങ്കിലും രാമമംഗലം എന്ന് പറഞ്ഞ പേര് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന അവിടെ ഫേമസ് ആയിട്ടൊരു പാട്ടുകാരനുണ്ടല്ലോ, ആര്? ഷഡ്കാലഗോവിന്ദമാരാർ.
അത് കഴിഞ്ഞിട്ട് ആണ് ഈ ദേവദൂതനിലെ പാട്ടിനെക്കുറിച്ച്, ആ പാട്ടാണ് ഷക്കാൽ ഗോവിന്ദമാരാർ പറഞ്ഞത്. എന്താല്ലേ ഷോ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞ് തീർന്നു കഴിയുമ്പോഴായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതും രണ്ടാമതും പറഞ്ഞതും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട്, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അതിൻ്റെ. ഷോ എന്തായാലും ഞാൻ ഭയങ്കര പ്രൗഡാണ് ഷക്കാല ഗോവിന്ദമാരാരുടെ നാട്ടിൽ ജനിച്ചതുകൊണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പാട്ട് ദേവദൂതനിൽ വരുന്നത്. ഐ ലവ് യു. ഞാൻ പോയി ചായ കുടിക്കാനുള്ള നേരമായി. ഇനിയിപ്പോൾ ചായ ഇട്ടുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയില്ലേ, എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ചായ ഇട്ട് കഴിഞ്ഞിട്ട് ചായ ഇടുന്ന കാണിക്കുക, അതായിരിക്കും നല്ലത്. ഒരു തപ്പലുണ്ട് ഈ എന്നാ പറയുന്നത്, നമ്മൾ കാണുന്നവർക്ക് ഇതിപ്പം വെപ്രാളായിട്ട് തോന്നുമോ അതോ ആക്ടിങ് ആയിട്ട് തോന്നുമോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് നോർമലാണ്. എനിക്ക് വെപ്രാളം ഉള്ളവർക്കേ അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഇനി ചായ ഇട്ടുകൊണ്ട് നമുക്ക് നോക്കാം. നാച്ചുറലായിട്ട് കോൺഫിഡൻസോട് കൂടി ചെയ്യണം എന്നുണ്ട്, പക്ഷേ എങ്ങനെ വിചാരിച്ച് വരുമ്പോഴത്തേനും പിടിവിട്ടു പോകും. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന പോലെ ആയിപ്പോവും. ശരിക്കും അഭിനയിക്കേണ്ട കാര്യമില്ല. നമ്മൾ നോർമലായിട്ട് ഞാൻ എന്താണോ അതാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്, അതേ വരുള്ളൂ. വേറെ കാര്യം നമ്മൾ ടി വിയിൽ ആങ്കറിങ് ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നല്ല ഇപ്പോൾ എന്താ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് നോക്കിയാലും നമ്മളായിട്ട് തന്നെയല്ലേ പുറത്തേക്ക് വരുള്ളൂ. നമ്മൾ വേറൊരാളായിട്ട് എങ്ങനെയെല്ലാം നോക്കിയാലും എൻ്റെ സാഹചര്യത്തിച്ച് പറയുമ്പോൾ എന്നാ പറയുന്നതെന്ന് പോലും കിട്ടുന്നില്ല, തെറ്റിപ്പോവുക. സാഹചര്യമല്ലേ എനിക്ക് അങ്ങോട്ട് വേറൊരാളായി മാറാൻ, അതായത് കോൺഫിഡൻസോട് കൂടി ഇങ്ങനെ റെഡിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല. ഇനി ഭാവിയിലോട്ട് അങ്ങനെ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ചാമ്പയെന്നോ ചായ ഇട്ടിട്ട് വരാം. ചായ ഒന്നിച്ച് പോയി ചായ ഇടാമെന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞപ്പോൾ ചാമ്പയെന്നായിപ്പോയി. ഓക്കെ, അടുക്കളയിൽ വെച്ച് കാണാം. ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ടീച്ചിങ്ങിൻ്റെ ഡിപ്ലോമ കോഴ്സാണ് ഞാൻ ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഈ നമ്മുടെ നാടിനെക്കുറിച്ച് കുറച്ച് കാര്യം, മലയാളത്തിനകത്ത് നമ്മുടെ നാടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച്, നമ്മുടെ നാട് എന്താണ്, നാട്ടിൽ എന്തൊക്കെയുണ്ട്, റൂട്ട് മാപ്പല്ലോ, നമ്മുടെ എന്തൊക്കെയോ പഞ്ചായത്തല്ല അങ്ങനെ എന്തോ ഒരു സംഗതി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സ്വന്തം നാട് രാമമംഗലത്ത് അമ്പലമുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ ഇങ്ങനെ ഈ ഇതിൻ്റെ അകത്ത് എന്നാ പറയുന്നത് ഈ ഷക്കാല ഗോവിന്ദമാരാരുടെ സ്മാരകത്തിൻ്റെ സംഗതികളൊക്കെ വെച്ചാണ് ഏറ്റവും കൂടുതൽ തന്നെ അതിനെക്കുറിച്ച് എഴുതാനാണ് കൂടുതലുള്ളത്. ഷക്കാല ഗോവിന്ദമാരാരുടെ സ്മാരകം, പിന്നെ പുള്ളി ജനിച്ച നാട്, പുള്ളി എഴുതിയ എന്തൊരോ മഹാനുഭാവുലു എന്ന് പറഞ്ഞ പാട്ട്, അതെല്ലാം പുള്ളിയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പണ്ട് ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പുള്ളിക്കാരനെ കുറിച്ച് ഞങ്ങളുടെ നാടിനെ കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുമ്പം ഈ പാട്ട് കേൾക്കുമ്പോഴത്തേനും പുള്ളിനെക്കുറിച്ചും കൂടി ഒന്ന് ഇങ്ങനെ ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ എനിക്കെന്താണ്, ഞാൻ മുമ്പത്തെ ഇതിൻ്റെ അകത്ത് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആളെക്കുറിച്ച് ആ ആളുടെ പാട്ടും ആളെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല എന്നോ, ഷക്കാല ഗോവിന്ദമാരാരെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ പുള്ളിയുടെ നാട്ടുകാരിയായ ഞാൻ പുള്ളിയെക്കുറിച്ച് ഞാൻ പഠിക്കുന്നതിൻ്റെ അകത്ത് പുള്ളിയെക്കുറിച്ചും പുള്ളിയുടെ സ്മാരകത്തെക്കുറിച്ചും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങൾ, പള്ളികൾ എല്ലാത്തിനെക്കുറിച്ചും ഇങ്ങനെ ചെയ്തതല്ലോ എന്നുള്ളൊരു എത്രയോ അതിനകത്ത് ഇപ്പം ഈ ദേവദൂതൻ്റെ പാട്ട് അങ്ങ് ഫേമസാണ്. ദേവദൂതൻ സിനിമ പാട്ട് ഇതെല്ലാം എനിക്ക് ഏറ്റവും പണ്ടും ചെറിയ ക്ലാസ്സാണ് ദേവദൂതൻ സിനിമ ഇറങ്ങി ഞാൻ പഠിക്കുന്നത്, ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ. അന്നും ഞങ്ങൾക്ക് പാട്ടും ഈ ഇതൊക്കെ ഇങ്ങനെ സുലഭമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. എല്ലാ വർഷവും ഞാൻ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ പോലെ നമ്മളങ്ങനെ ചെയ്തതിൻ്റെ ആ സന്തോഷം കാരണം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തത്. ബോറടിക്കുമായിരിക്കും, ഞാൻ കൂടുതൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാലേ വ്യൂവേഴ്സൊക്കെ പോയി ആരും ഒന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. ചായ കുടിക്കണേ നല്ലത്. എല്ലാവരും ഞാൻ ചായ കുടിക്കാൻ പോട്ടെ. ഓക്കെ, എന്തായാലും എല്ലാവരും കേൾക്കണം, കാണണം, സിനിമയെല്ലാം കാണണം. അടിപൊളിയായിട്ട് പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്ന് ഷക്കാല ഗോവിന്ദമാരാരുടെ ആ സ്മാരകമൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചായ കുടിക്കുക, അതാണ്. ഈ ദേവദൂതൻ്റെ സിനിമയെക്കുറിച്ചും ചൈൽഡ്ഹുഡിനെ കുറിച്ചൊക്കെ ഞാൻ കണ്ടതൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഈ ഇപ്പം ദേവദൂതൻ രണ്ടാമത് റിലീസ് ചെയ്തല്ലോ.
അപ്പോൾ അങ്ങനെ ചെയ്യുന്നപ്പോൾ എൻ്റെ വീഡിയോ ഏതെങ്കിലും ഒരു സംവിധായകനാകാൻ പോകുന്നവരോ സംവിധായകരോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാരനായ ഇഷാദ് കലാകുന്തമാരെക്കുറിച്ചും ഒരു സിനിമ എടുക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഭയങ്കര ഒരു നല്ല ഇപ്പോൾ ദേവദൂതൻ്റെ പാട്ടിന് വിജയം കിട്ടുമ്പോൾ പിന്നെ അത് ശരിക്കും പറഞ്ഞ് പാടി രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പാടിയ ഷഡ്കാല ഗോവിന്ദമാരെക്കുറിച്ചും കൂടി ഒന്ന് നാട്ടുകാർക്ക് അവബോധം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഞങ്ങളുടെ എൻ്റെ നാട് രാമങ്കലത്ത് വന്ന് ആ ഷഡ്കാല ഗോവിന്ദമാരുടെ സ്മാരകം ആയ ഒരു സംഗീത കച്ചേരിയൊക്കെ നടക്കുന്ന അവിടെ ചെന്നൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ പുള്ളിയെക്കുറിച്ചൊക്കെ അറിയാം. എനിക്കെന്തോ ഭയങ്കര ഒരു വിഷമം തോന്നി. ഇപ്പോൾ ദേവദൂതനിലെ പാട്ട് ഭയങ്കരമായിട്ട് ആഘോഷം ഇപ്പോഴാണല്ലോ അത് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മൾ അതായത് ആ സിനിമ ഇറങ്ങി ആ വർഷം നമ്മൾ അതിനൊരു മാന്യത കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു വക വെച്ചില്ല, ഒരു വില കൊടുത്തില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അയ്യോ നിങ്ങൾ അങ്ങനെയായിരുന്നോ, അയ്യോ ഞാൻ വിചാരിച്ച് ഇങ്ങനെയാ എന്നൊരു ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് അവർക്ക് വേണ്ടത് കൊടുക്കാതെ മരിച്ചു കഴിയുമ്പം അയ്യോ ഞാനിത് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുമായിരുന്നു, നീ അവൻ ഇങ്ങനെയായിരുന്നോ ചെയ്തതെന്നൊക്കെ എനിക്കങ്ങനെ തോന്നുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട നേരത്തെ ചെയ്യാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുമ്പോഴത്തേനും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക്. ശരിക്കും ഞാൻ ആ നാട്ടുകാരി ആയതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അതുപോലെ കേൾക്കുകയും ആഘോഷിക്കുകയും ചെയ്ത പാട്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു 33 വയസ്സായി. അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 3-ലോ 4-ലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ആഘോഷിച്ചുകൊണ്ടിരുന്ന പാട്ട് പിന്നെ ലോകം മുഴുവൻ അറിയുന്ന എൻ്റെ ഈ പ്രായത്തിൽ തിയേറ്ററിൽ കേൾക്കുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ ആഘോഷിച്ച് നടന്ന പാട്ട് ഇപ്പോഴാണ് നാട്ടുകാർ അറിയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ആ സിനിമ എടുത്ത സംവിധായകരുടെയും അതിൽ അഭിനയിച്ചവരുടെയൊക്കെ അവരെന്തോ പ്രതീക്ഷയോടുകൂടി നല്ലൊരു പാട്ട് അതിൻ്റെ അകത്തിട്ട് ആ സിനിമയെ അങ്ങനെ ചിത്രീകരിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു. ശരിക്കും ഞാൻ സിനിമയ്ക്ക് വേണ്ടി പറയല്ല, ഞാനത് എന്താ പറയുന്നത്, ഞാൻ നാട്ടിൽ ജീവിച്ച് ഞങ്ങൾ ആഘോഷിച്ച് എന്താ പറയുന്നത് ഇംഗ്ലീഷിൽ ഓർഗാനിക് എന്ന് വേണേൽ പറയാം. ഓർഗാനിക്കായിട്ട് അനുഭവിച്ച് ജീവിച്ച് വന്നയാൾ വർഷം അതങ്ങനെയൊന്നും ആലോചിച്ച് നോക്കുക. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അതായത് ശരിക്കും ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആരും വക വെച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തപ്പോൾ ആഹാ ഇത് ഇത്ര നല്ല സിനിമയാണോ എന്ന് റിയാലിറ്റി ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൊരു ബുദ്ധിമുട്ട്, അവരന്ന് കഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ആയിട്ട് എന്താല്ലേ പറ്റുമെങ്കിൽ ഇങ്ങനൊരു സിനിമയും കൂടി ഇറക്കണേ, എൻ്റെ ഒരു അപേക്ഷയാണ്. ആ നാട്ടുകാരി എന്നുള്ള നിലയിൽ ശരിക്കും ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന സിനിമ ഈ ദേവദൂതനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും തെറ്റ് ഞങ്ങളുടെ നാട്ടിൽ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്, നന്നായിട്ട് നല്ലൊരു വില കൊടുത്തിട്ടുണ്ട് ദേവദൂതൻ്റെ പാട്ടിനും. പിന്നെ ആ പാട്ട് ഞങ്ങളുടെ നാട്ടുകാരനെ ഷഡ്കാല ഗോവിന്ദമാരാർക്കും ദേവദൂതനും സിനിമയ്ക്കും ആ പാട്ടിനും മോഹൻലാലിനും എല്ലാവർക്കും നല്ലൊരു വാല്യൂ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. ഇപ്പോഴും ഉണ്ട് ഓരോരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ രാമങ്കലത്തെ ഷഡ്കാല ഗോവിന്ദമാരുടെ സ്മാരകത്തിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോഴത്തേനും ഇപ്പോഴും ഉണ്ട്. ആ ഷഡ്കാല ഗോവിന്ദമാരുടെ സ്മാരകത്തിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തവർക്ക് പുള്ളിക്കാരനെക്കുറിച്ച് അറിയാം, പാട്ടും അറിയാം, ഞങ്ങളുടെ നാട്ടുകാരുടെ സ്നേഹത്തെക്കുറിച്ചും അറിയാം. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്നാൽ ഇപ്പോഴാണ് ഹോയ് നോക്കി എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്ത പുണ്യങ്ങളും ചെയ്യാത്ത പുണ്യമല്ല അംഗീകരിക്കേണ്ടത്. അവർ ആ സിനിമ ഇറക്കിയ സമയത്ത് അംഗീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് അതിനെ അല്ലെങ്കിൽ മുന്നോട്ടൊരു എന്തെങ്കിലും പുതിയൊരു സിനിമ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരിറക്കിയ പൈസയുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടിയേനെ. പക്ഷേ ഇതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പുതിയ തലമുറ വരുന്നു. അതിനിടയ്ക്കുള്ളത് എൻ്റെ പ്രായത്തിലുള്ളവർ ചെറിയ ക്ലാസ്സിൽ കണ്ട കാര്യം നമ്മുടെക്ക് മക്കളായിട്ട് വരുമ്പം ആ പ്രായത്തിലാണ് സിനിമ വിജയിക്കുന്നത്. എന്താണേലും ഞങ്ങളുടെ നാട്ടുകാർ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു ഇതുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങളുടെ നാട്ടുകാരൻ്റെ പാട്ടായതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളി ആഘോഷിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം ഇവരാഘോഷിച്ചാലും ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ആ സമയത്ത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിരുന്നു എല്ലാ വർഷവും ഷഡ്കാല ഗോവിന്ദമാരുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാൻസേഴ്സ്, ഈ കച്ചേരി നടത്തുന്നവർ, പല രീതി സിനിമാ നടന്മാർ, ഈ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ മേതിൽ ദേവിക എന്ന് പറഞ്ഞ മാഡം ഡാൻസർ വന്നിട്ടുണ്ട്. പിന്നെ ശാലു മേനോൻ
എന്ന് പറഞ്ഞ ഡാൻസർ മാഡം വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇവരുടെയൊക്കെ ഇങ്ങനെ പേര് പോസ്റ്ററിൽ ഓരോ ദിവസവും ഓരോ കച്ചേരിയാണോ ഡാൻസ് ആണോ എന്നിങ്ങനെ പോസ്റ്ററിൽ ഫ്ലെക്സ് ആയിട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നത്. അത്രയും ചെയ്ത ആളുടെ പാട്ട് സിനിമയിൽ എടുത്തപ്പോൾ ഇപ്പോഴാണ് അതിനെ ആഘോഷിക്കുന്നത്. ഷോ എന്തായാലും ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞ എൻ്റെ ഒരു അനുഭവം. ഓക്കെ, ചായ ചൂടാറുന്നു, ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ബായ്.